My life has been full of terrible misfortunes, most of which never happened. നമ്മൾ ഭയം കാരണം എല്ലാത്തിൽ നിന്നും പിന്തിരിയുന്നു. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് കരുതി മാറി നിൽക്കുന്നു. ഈ ചിന്തകളെല്ലാം വെറും തോന്നലുകളാണ്. ഇത്തരം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിയുന്നു. നമ്മൾ അതിന് തയ്യാറാവുന്നു. നമ്മൾ നമ്മുടെ പരാജയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ, നമ്മുടെ പല തീരുമാനങ്ങളും പേടിയുടെ അടിസ്ഥാനത്തിൽ എടുക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. നമ്മളുടെ പ്രവൃത്തിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഓരോ നിമിഷത്തെയും നമ്മൾ തുറന്ന മനസ്സോടെ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ അവസരങ്ങൾ പലതും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നമ്മൾ കൂടുതൽ സമാധാനവും ശാന്തിയുമുള്ളവരായി മാറും. ഓരോ നമ്മൾ ചെയ്ത തെറ്റുകളും അമിതമായി വിശകലനം ചെയ്യുന്നത് നിർത്തണം. നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഭൂരിഭാഗവും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് മൊണ്ടൈൻ വിശ്വസിച്ചു. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ഭയങ്കര കൃത്യത പാലിക്കണമെന്നും നിരന്തരം മറ്റുള്ളവരുടെ മുമ്പിൽ പലതും തെളിയിക്കാനുണ്ടെന്നും. എന്നാൽ സത്യം ഇതാണ്, ജീവിതം എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നമ്മൾ വിചാരിക്കുന്ന നിലയിലല്ല പോകുന്നത്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. നമ്മൾ എത്രത്തോളം കാര്യങ്ങളെ എതിർക്കുന്നുവോ അത്രത്തോളം നമുക്ക് കഷ്ടപ്പാട് വന്നുപെടുന്നു. എന്നാൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമ്പോൾ, കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്വീകരിക്കുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ഈസിയായി നടക്കുന്നു. നമ്മൾ അതിനെതിരെയല്ല, തിരിച്ച് ജീവിതത്തിനോടൊപ്പമാണ് മുന്നേറേണ്ടത്. എല്ലാവരും പറയും യുദ്ധം ചെയ്യണം, പോരാടി ജയിക്കണം എന്നല്ല. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. പോരാടും തോറും നമ്മൾ ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു സുഖം നഷ്ടപ്പെടുന്നു. നമ്മൾ സ്ഥിരം സ്ട്രെസ്സിലായി പോകുന്നു. നമുക്ക് ജീവിതത്തിനോടുള്ള ഒരു ഇഷ്ടം കുറയുന്നു. എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പോരാടുകയല്ല വേണ്ടത്. ജീവിതത്തിനെ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും വരുന്നവയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് ആഗ്രഹിച്ച രീതിയിൽ നടക്കാൻ തുടങ്ങുന്നു. കൂടുതൽ വിജയത്തിനായി പരിശ്രമിക്കണം, കൂടുതൽ അംഗീകാരം വേണം, കൂടുതൽ പൂർണ്ണത വേണം. ഇതെല്ലാം പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക കാലം. എന്നാൽ മൊണ്ടൈൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്നിനെ പുതിയതായിട്ട് ചേർക്കുന്നതിൽ കൂടിയോ നേടിയെടുക്കുന്നതിൽ കൂടിയല്ല ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നത്. മറിച്ച് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഭാരങ്ങളും ചിന്തകളും ഇറക്കി വയ്ക്കുമ്പോഴാണ്. എന്നാൽ നിഷ്ക്രിയത്വത്തോടെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, ശ്രദ്ധയില്ലാതിരിക്കുക, ഇതല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ യാത്ര തുടരുമ്പോൾ നമ്മൾ മൊണ്ടൈനിൻ്റെ തത്വചിന്ത ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിക്കും. വിമർശനങ്ങളെ നേരിടാനും അനിശ്ചിതത്വത്തെ മറികടക്കാനും പല പ്രശ്നങ്ങൾക്കിടയിലും സമാധാനത്തോടെ നിലനിൽക്കാനും ഇത് നമ്മൾക്ക് പറഞ്ഞു തരും. എന്നാൽ ഈ ഒരു സീരീസിൻ്റെ അവസാന ഭാഗത്തിൽ എങ്ങനെ പൂർണ്ണ സ്വതന്ത്രനായി സമാധാനത്തോടു കൂടി ജീവിക്കാമെന്നുള്ളതിൻ്റെ ഒരു താക്കോൽ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെയും ലോകത്തെയും കാണുന്ന രീതിയെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യാൻ ശക്തിയുള്ള ഒരു തിരിച്ചറിവ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയെ മാറ്റിയെടുക്കാൻ. സമാധാനം എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണെന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണൂ. ഇപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോവാണ് യഥാർത്ഥ പാഠം. നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ ഭയങ്കരമായ ശ്രദ്ധ കൊടുത്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത്ര ആസൂത്രണം ചെയ്ത് ഓരോ കാര്യങ്ങളും ഭയങ്കരമായി ആലോചിച്ച് ചെയ്യണം, എങ്കിലാണ് അവർക്കാണ് ജീവിതത്തിൽ വിജയം കിട്ടുമെന്നൊക്കെയാണ്. സത്യത്തിൽ ഈ വിശ്വാസം പൂർണ്ണമായും ശരിയല്ല. പല കാര്യങ്ങളിലും പല സന്ദർഭത്തിലും നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുമ്പോൾ, ആസക്തിയുള്ളവരാകുമ്പോൾ, ആ കാര്യത്തിൽ കൂടുതൽ പല പ്രശ്നങ്ങളെയും നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും വരിക ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ വിട്ടുപോകുന്നു. നമ്മൾ ചിന്തിക്കുന്ന ജീവിതം നമുക്ക് കിട്ടുന്നില്ല. അതിയായ തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കാം അത് വേണമെന്ന്. പക്ഷെ അത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ തോന്നുക, കിട്ടാതിരിക്കോ എന്ന്. അതുപോലെ തന്നെ എനിക്കത് എന്തായാലും കിട്ടണം എന്ന് മനസ്സിൽ വിചാരിച്ച് എന്തോ ഒരു ടെൻഷൻ, കിട്ടാതിരിക്കുമോ എന്ന്. ആ ടെൻഷൻ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടുന്നതിൽ നിന്നും നമ്മളെ അകറ്റും. അമിതമായിട്ട് ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സത്യത്തിൽ അത് നമ്മൾക്ക് കിട്ടാതിരിക്കുക ചെയ്യുക. ഇനി അങ്ങനെ അവസരങ്ങൾ കിട്ടിയാൽ പോലും നമ്മളത് എടുക്കാൻ പറ്റാതെയോ നമുക്ക് തോന്നും അതല്ല, വേറൊന്നാണ്, ഇതല്ല, ഈ അവസരമല്ല ഞാൻ എടുക്കേണ്ടത്, വേറൊരു അവസരം എനിക്ക് വരും, അതാണ് എടുക്കേണ്ടത്.
നമ്മളങ്ങനെ അതിനെ വിട്ടുകൊണ്ടിരിക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആശയമാണ് മൊണ്ടൈൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ കഠിനമായി ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ, അതുപോലെ തന്നെ എല്ലാറ്റിനെയും നിയന്ത്രിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജീവിതം പലപ്പോഴും സുഗമമായി തീരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് എത്തിപ്പെടും. എന്നാൽ ഒന്നും ചെയ്യരുതെന്നോ നിസ്സംഗനായിരിക്കണം, അശ്രദ്ധാലുവായിരിക്കണം എന്നല്ല ഇത്. നമ്മുടെ മനസ്സിനെ ഉത്കണ്ഠയിൽ നിന്നും അതുപോലെ തന്നെ അതികഠിനമായ ബലപ്രയോഗം എന്ന ഒരു ചിന്തയിൽ നിന്നും, ബലപ്രയോഗം എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യുക കാര്യങ്ങളെ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും മാറ്റി സ്വീകാര്യതയിലേക്കും വിശ്വാസത്തിലേക്കും മാറ്റുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അനാവശ്യ സമ്മർദ്ദം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ പല അവസരങ്ങളും നമ്മൾ കണ്ടെത്തുന്നു, പല കാര്യങ്ങളും തിരിഞ്ഞു വരുന്നു, നമുക്ക് ക്രിയേറ്റിവിറ്റി പലതും തോന്നുന്നു, പല ഐഡിയകളും തോന്നുന്നു, പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് തോന്നുന്നു. നിങ്ങൾ എങ്ങനെയാണ് എപ്പോഴും പരാജയത്തോട് പ്രതികരിക്കാറുള്ളത്? മിക്ക ആളുകളും പരാജയത്തെ ഭയപ്പെടുന്നു. കാരണം അവർ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. ഒരു ബിസിനസ് നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ഫെയിലിയറായി, അതുപോലെ പല അവസരങ്ങളും നമ്മൾക്ക് കിട്ടിയത് ഉപയോഗിച്ചില്ല. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായി നമ്മുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും സ്വന്തം പോരായ്മകളും അനിശ്ചിതത്വങ്ങളും തുറന്ന് സമ്മതിക്കണം. പരാജയം ശത്രുവല്ല, അത് ജീവിതത്തിൻ്റെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു ഘടകമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും നിങ്ങൾ പരാജയ ഭീതിയാൽ തളർന്നു പോയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ മടിച്ചിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ബോധ്യപ്പെടുന്നവരെ ഓരോ തവണയും അമിതമായി ചിന്തിച്ച് അടുത്ത തവണ ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കാം. എത്ര മാനസികമായിട്ട് നിങ്ങൾ ഊർജം വെറുതെ പാഴാക്കി, എത്ര ടെൻഷൻ അടിച്ചു, എത്ര സ്ട്രെസ്സായി. നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷനും പരാജയഭീതിയും സ്ട്രെസ്സും എല്ലാം കൂടിയിട്ട് നിങ്ങളത് ചെയ്യാൻ അയക്കാതിരിക്കുക. എന്നാൽ വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയോടെയാണ് നിങ്ങൾ ആ സാഹചര്യത്തെ സമീപിച്ചിരുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പരാജയത്തെ ഭയപ്പെടേണ്ട ഒന്നായിട്ടല്ല, സ്വീകരിക്കേണ്ട ഒന്നായി നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്തെല്ലാം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരുന്നു ഇതുവരേക്കും. പരാജയത്തെ ഭയപ്പെടുന്നു നിർത്തുമ്പോൾ തന്നെ നമുക്ക് പല അവസരങ്ങളും തുറന്നു വരുന്നു. ഈ ആശയം വെറൊരു തത്വചിന്തയല്ല, പല ഗവേഷണങ്ങളും ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഇതിന് പിന്തുണ നൽകുന്നതാണ്. വളർച്ചാ മനോഭാവം സ്വീകരിക്കുന്ന ആളുകൾ, അതുപോലെ പരാജയങ്ങളിൽ നിന്നും പലതും പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രവണത ഉള്ളതായിട്ട് ആധുനിക മനഃശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. അമിതമായ ഉത്കണ്ഠ നമ്മുടെ മാനസിക ഊർജത്തെ ചോർത്തിക്കളയുന്നു. നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ക്ഷീണിതരാക്കുന്നു. ഈ ആശയം പരാജയം എന്നതിനപ്പുറം പോകുന്നു. ഇത് ബന്ധങ്ങൾക്ക് ബാധകമാണ്. വിജയത്തിനും സന്തോഷത്തിനും എല്ലാറ്റിനെയും ഇത് ബാധിക്കും. മറ്റുള്ളവരായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും. ഒരാളുടെ അംഗീകാരം തേടുന്നത് നമ്മൾ നിർത്തുമ്പോൾ പലപ്പോഴും അവർ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ഇടപെടലിനെയും അമിതമായി ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾ കൂടുതൽ സ്വാഭാവികമായി ഒഴുകുന്നു. കാരണം ആത്മവിശ്വാസം ഇല്ലായ്മയും ആധികാരികത ഇല്ലായ്മയും നമ്മളിലുണ്ടാക്കുന്ന ഒരു ഊർജം, അത് മറ്റുള്ളവരെ വെറുപ്പ് നമ്മളിലേക്ക് ഒരു വെറുപ്പ് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് അവർക്ക് മനസ്സിലാവും, നമ്മൾ ആത്മവിശ്വാസം ഇല്ലായ്മയും. ഇത് മൊണ്ടൈൻ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിലല്ല, മറിച്ച് സ്വയം സുഖകരമായിരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ബന്ധം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സത്യസന്ധരായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് സ്വാഭാവികമായും നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ആളുകൾ എപ്പോഴും സുഖമായി കഴിയുന്ന ആൾക്കാരിലേക്കാണ് കൂടുതലും ആകർഷിക്കപ്പെടുന്നത്. പലരും വിശ്വസിക്കുന്നത് നിരന്തരമായ പരിശ്രമവും നിരന്തര സമ്മർദ്ദവുമാണ് നേട്ടത്തിൻ്റെ താക്കോൽ എന്നാണ്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ചില വ്യക്തികൾ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കലയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഡിറ്റാച്ച്മെൻറ്റ്, അതായത് നമ്മൾ അതിൽ വല്ലാതെ ഒട്ടിച്ചേർന്നിരിക്കാതിരിക്കുക. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിലാണ് പ്രതിജ്ഞാബദ്ധരായത്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പരാജയഭീതിയിൽ അവർ തളർന്നിട്ടില്ല. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ ഫലത്തിൽ അമിതമായിട്ട് ഇന്ന ഫലം വേണം എന്നുള്ള ഫലത്തിലല്ല അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉദാഹരണത്തിനൊരു അത്ലറ്റിനെ എടുത്തു നോക്കൂ. അയാൾ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് വിജയിക്കാൻ കഴിയാതിരിക്കുമോ, നന്നായിട്ട് പ്രകടനം നടത്താൻ കഴിയാതിരിക്കുമോ എന്ന് ഭയത്തിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഉദ്ദേശിച്ച തരത്തിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല. എന്നാൽ അതേ സമയത്ത് അവരുടെ പരിശീലനം ഞാൻ നന്നായി പരിശീലിച്ചിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ
ഒരു മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. നമ്മളൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്, പരീക്ഷയ്ക്ക് പോയി അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ തോൽക്കുമോ, നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആവോ വരിക, അല്ല ഞാൻ പഠിച്ചതൊന്നും വരില്ലായിരിക്കുമോ, എനിക്ക് ഓർമ്മ കിട്ടാതിരിക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ അത്ര പഠിച്ചതായിരുന്നാൽ കൂടി നമുക്ക് ഓർമ്മ വരില്ല. നമ്മൾ നല്ലോണം പഠിച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത് വെച്ചാൽ കൂടി ഓർമ്മ വരില്ല. പലതും നമ്മൾക്ക് മറന്നു പോകുന്നു. നമ്മൾ വല്ലാതെ തോറ്റുപോവോ, ഞാൻ തോൽക്കോ എന്ന് ആലോചിച്ചിട്ടാണ് പരീക്ഷ എഴുതാതിരിക്കുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അതേ സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എനിക്ക് കഴിയും, നല്ല ക്വസ്റ്റ്യൻസേ വരും, എനിക്കറിയണ ക്വസ്റ്റ്യൻസേ വരും. ഈ രീതിയിലൊക്കെയാണ് നമ്മളൊരു പരീക്ഷയെ ഇതാവുന്നത് വെച്ചാൽ എന്തായാലും ആദ്യം ചിന്ത വ്യക്തിയിൽ നിന്നും കൂടുതൽ മാർക്ക് നേടാനും കൂടുതൽ വിജയം കൈവരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളുടെ ശ്രദ്ധയെ വിജയത്തിലാണോ, അതായത് നിരാശയിലും പേടിയിലും ഭയത്തിലും ഇതാക്കുമ്പോൾ നമ്മുടെ എനർജി പലതും ലോസായി പോവുകയാണ്. അതേസമയത്ത് നമ്മളുടെ ശ്രദ്ധ വിജയത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയിലും ഇതാക്കുമ്പോൾ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് വിജയം കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ബാധകമാണ്. കലാകാരന്മാർക്കും ബിസിനസ് തുടങ്ങുന്നവർക്കും എല്ലാ ക്രിയേറ്റീവ് ആൾക്കാർക്കും എല്ലാം ഇത് ബാധകമാണ്. അമിതമായ സംശയവും അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാം എന്നുള്ള ഒരു ചിന്തയും ഉപേക്ഷിക്കുമ്പോൾ തന്നെ അവര് ഭയങ്കര ഉയരങ്ങളിലേക്ക് എത്തുന്നു. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല സത്യത്തിൽ. മോണ്ടൈൻ ഈ രീതിയിലാണ് നമ്മളോട് ജീവിതത്തെ സമീപിക്കാൻ പറയുന്നത്. പരമാവധി നമ്മൾ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, എന്നാൽ ഫലങ്ങളോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കുക. അതിൻ്റെ റിസൾട്ടിനോടുള്ളത് അമിതമായിട്ട് വിശകലനം ചെയ്യുന്നത് നിർത്തുക. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഓവറായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ ശ്രദ്ധിച്ച് എനർജി മുഴുവൻ അവിടെ കളയുന്നത് നിർത്തുക. പിന്നെ പരാജയത്തിനെ ഭയപ്പെടുന്നതിന് പകരം അതിനൊരു പാഠമായി എടുത്ത് അതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ ഓരോ വിശദാംശങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചെയ്യുന്ന പ്രക്രിയയെ വിശ്വസിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയെ. നിങ്ങളൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എന്തിനെങ്കിലും വളരെ ബലമായി പിടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിയന്ത്രിക്കാൻ ബലമായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എന്തിനെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോൾ? അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നുണ്ടോ എന്നിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ? നിങ്ങളിപ്പോൾ അതിനോട് വിടുകയാണ് വെറുതെ. നിങ്ങൾ ബലം പ്രയോഗിച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല, അതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പെർഫെക്ഷൻ എന്നുള്ളൊരു സംഭവം, അങ്ങനൊരു സംഭവമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പിടുത്തം വിട്ടാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഭൂരിഭാഗവും നമ്മുടെ സ്വന്തം ചിന്തകളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ആളുകൾ സ്വയം സാങ്കല്പിക ജയിലുകൾ സൃഷ്ടിക്കുകയാണെന്ന് മൊണ്ടൈൻ കണ്ടെത്തി. അസാധ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ഫലങ്ങൾ വരണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരത്തിന് വേണ്ടിയിട്ട് പലതും തെളിയിക്കേണ്ടതുണ്ടെന്നും പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യം ജീവിതം പ്രവചനാതീതമാണ്. നമ്മൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ അതിനെ കൂടുതൽ എതിർക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കഷ്ടപ്പെടും. മാനസികമായും ശാരീരികമായും നമുക്ക് വളരെയധികം ദുഃഖങ്ങൾ അനുഭവപ്പെടും. എന്നാൽ നമ്മൾ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അത് അതേപടി സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വയം സ്വതന്ത്രരാകും. ഇന്ന് ലോകത്ത് നമ്മളോട് പറയുന്നു കൂടുതൽ നേട്ടം കൈവരിക്കുക, കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുക, കൂടുതൽ പണം നേടിയെടുക്കുക, കൂടുതൽ സമ്പത്ത് നേടിയെടുക്കുക, സുഖങ്ങൾ നേടിയെടുക്കുക, ജോലിയിൽ കൈവരിക്കുക, ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുക. ഇതൊക്കെയാണ് വിജയം എന്ന് നമ്മളെ ചുറ്റുപാടുകൾ പറഞ്ഞ് കണ്ടീഷൻ ചെയ്യിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നുമല്ല, ഇതൊന്നും നേടിയെടുത്തിട്ടില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ. എന്നാൽ മൊണ്ടൈൻ്റെ തത്വചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യഥാർത്ഥ പൂർത്തീകരണം, യഥാർത്ഥ ജീവിതത്തിലെ നേടിയെടുക്കൽ എന്നുള്ളത് പലതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോഴോ അല്ല. പല ഭാരങ്ങളെ ഇറക്കി വെച്ച് പലതിനെയും ആവശ്യമില്ലാത്ത പലതിനെയും ഒഴിവാക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് സമാധാനവും ശാന്തിയും വരുന്നത്. അനാവശ്യമായ പലതും തലയിലേറ്റിയിട്ട് നടക്കുകയാണ് നമ്മൾ. എന്നാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഉണ്ടാവാതിരിക്കണം എന്നല്ല. എന്നാൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ഈ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ആയിരിക്കരുത്. നമ്മൾ പാഷനോടുകൂടി ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്നതും എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കിട്ടുമോ
എന്നുള്ള ഉത്കണ്ഠയിൽ മുഴുകിയിട്ടും പലരുടെയും നിർബന്ധം കൊണ്ടും സമൂഹത്തിനെ കാണിക്കാനെല്ലാം വേണ്ടിയിട്ടും നമ്മളൊരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് റിസൾട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൊണ്ടൈൻ നമ്മളോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പര്യവേക്ഷണം നമ്മുടെ സ്വയംബോധം നഷ്ടപ്പെടാതെ വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും യഥാർത്ഥ ആന്തരിക സമാധാനം വളർത്തുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിക്കാം എന്നും പല പ്രശ്നങ്ങൾക്കിടയിലും സമാധാനത്തോടു കൂടി നിന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാന പാഠത്തിലാണ് ഏറ്റവും ആഴത്തിലുള്ള തിരിച്ചറിവ് നമ്മൾക്ക് തരുന്നത്. നമ്മളെല്ലാം കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ ശക്തിയുള്ള ഒന്ന്. സമാധാനം എന്നത് നിങ്ങൾ പിന്തുടർന്നു പോയി കണ്ടെത്തേണ്ട ഒന്നല്ല എന്നും മറിച്ച് സ്വാഭാവികമായി നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒന്നാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥ. നിങ്ങൾ പലതിനെയും മുറുക്കെ പിടിച്ച് ജീവിതത്തിൽ ടെൻഷൻ അടിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാകണം എന്നുള്ള കൺട്രോൾ ചെയ്യണം, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാകണം ജീവിതത്തിലെ പല കാര്യങ്ങളും എന്ന് അതികഠിനമായി ദുഃഖിച്ച് ഇരിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ മാറാൻ തയ്യാറാണ് എങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന അടുത്ത വീഡിയോയും കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പലർക്കും ഉപകാരപ്പെടും. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ക്ഷീണിതരായിരിക്കുന്ന പലർക്കും ഈ മൊണ്ടൈൻ്റെ തത്വചിന്തകൾ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. അതുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല കമൻറ്റുകൾ ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.